ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് നന്ദ്യാട്ടുകുന്നം അത്താണി ആവൂട്ടിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മഹാത്മാ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. ഏഴിക്കര പഞ്ചായത്ത് നന്ദ്യാട്ടുകുന്നം അത്താണി ആവൂട്ടിൽ റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് ഏകദേശം 15 വർഷക്കാലമായി. ഇതുമായി ബന്ധപ്പെട്ട് പറവൂർ MLAയോടും മേലധികാരികളോടും പല പ്രാവശ്യം രേഖാമൂലവും നേരിട്ടും പരാതി സമർപ്പിച്ചിരുന്നു. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പറവൂരിലെത്തിയപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ പരാതി നൽകിയിരുന്നു. ഈ പരാതിക്ക് കിട്ടിയ മറുപടിയിൽ പഞ്ചായത്തിൽ ഫണ്ടില്ല എന്നും മറ്റു പദ്ധതികളിൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് പറഞ്ഞത്. ഇതുവരെയും റോഡ് നന്നാക്കാൻ യാതൊരുവിധ നടപടികളും ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിട്ടില്ല. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ മുൻകൈയെടുത്ത് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി അസോസിയേഷന്റെ അംഗങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പണപ്പിരിവ് നടത്തി റോഡിലെ വലിയ കുഴികൾ താൽക്കാലികമായി അടച്ചു. എന്നാൽ മഴയത്ത് വീണ്ടും റോഡിൽ വലിയ കുഴികൾ രൂപപ്പെടുകയും സഞ്ചാരം ദുർഘടം ആവുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം കാണിച്ച് PWD വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് 300-ൽ പരം ആളുകൾ ഒപ്പിട്ട ഭീമഹർജി നൽകിയിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ അധികാരികളിൽ നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഇനിയും റോഡ് നന്നാക്കുവാൻ പഞ്ചായത്തിന്റെ അനുമതി വാങ്ങി വീണ്ടും അംഗങ്ങളിൽ നിന്ന് പിരിവെടുത്ത് റോഡ് നന്നാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ ഈ റോഡ് എത്രയും വേഗം പണി തീർക്കണമെന്ന് മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. റോഡ് നന്നാക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അസോസിയേഷൻ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സായാഹ്ന ധർണ പറവൂർ താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ എപെക്സ് കൌൺസിൽ പ്രസിഡന്റ് S. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആ ലെറ്റർ കാണുകയുണ്ടായി. ആ ലെറ്ററിനോട് കേരളത്തിൽ ഒരുപക്ഷെ അത്തരം സംഭവങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ പഞ്ചായത്തിനെ സഹായിക്കാം എന്ന് പറയുമ്പോൾ അതിന് പഞ്ചായത്ത് കൊടുത്ത മറുപടി ഞാൻ വായിച്ചു. വളരെ ലാഘവത്തോടു കൂടി നിങ്ങൾ എന്നുവെച്ചാൽ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ. എന്നാൽ ആ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഒരു വികാരമാണ് ആ നിവേദനത്തിലൂടെ ഇവരുടെ മുമ്പിൽ എത്തുന്നത് കാണാനുള്ള മനസ്സ് ഉണ്ടാകുന്നതിന് പകരം പ്രശ്നത്തെ ലളിതവൽക്കരിച്ച് നിസാരവൽക്കരിച്ച് അവഗണിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ അവിടെ. മഹാത്മാ അസോസിയേഷൻ സെക്രട്ടറി ഉഷ ബാബുജി, പട്രാക് ഏഴിക്കര പഞ്ചായത്ത് റെസിഡൻസ് അസോസിയേഷൻ കമ്മിറ്റി സെക്രട്ടറി VV മധുസൂദനൻ, അസോസിയേഷൻ കമ്മിറ്റി അംഗം മഹേശൻ എന്നിവർ സംസാരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അംഗങ്ങളുടെ കയ്യിൽ നിന്നും പൈസ പിരിച്ചെടുത്ത് ഈ റോഡ് അല്പമെങ്കിലും സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്നത്. ഇത് വീണ്ടും പഴയ രീതിയിലേക്കാകുന്ന ഒരവസ്ഥയാണ് ഈ മഴക്കാലത്തുണ്ടായിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ റോഡ് എത്രയും വേഗം നല്ല DMWC ടാറിങ്ങോട് കൂടി തന്നെ നല്ല ഒരു റോഡാക്കി മാറ്റുവാൻ ഈ ഭരണാധികാരികൾ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ ഇന്ന് ഈ സായാഹ്ന ധർണ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. ആയതിന് ഇനിയും ഇതുകൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഇത് കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. റെസിഡൻസിൻ്റെ നേതൃത്വത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ഞങ്ങൾ പഞ്ചായത്തിലും മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലിലും എല്ലാം പരാതി കൊടുത്തിരുന്നു. എന്നാൽ അവിടെ നിന്നെല്ലാം നമുക്ക് കിട്ടിയ മറുപടികൾ ഖേദകരമാകട്ടെ വളരെ വളരെ സാധാരണ രീതിയിൽ നമ്മളെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അയക്കും, ഞങ്ങൾക്ക് അത് കാര്യമായിട്ടുള്ള ശ്രദ്ധയൊന്നുമില്ല എന്ന് തന്നെ പരസ്യമായി പറയുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിൽ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലും ഇവിടുത്തെ നാട്ടിലെ പൗരന്മാരുടേതായ രീതിയിലും നാട്ടുകാരുടെ രീതിയിലും ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം